നമുക്കിന്ന് ചാമ്പക്ക കൊണ്ടൊരു വൈൻ തയ്യാറാക്കാം. ഇപ്പോൾ ചാമ്പക്കയുടെ സീസണാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ജാതിപത്രി, അതുപോലെ തന്നെ ഗ്രാമ്പൂ, ഏലക്ക, പട്ട എന്നീ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർക്കുന്നത്. അതിന് പുറമെ കുറച്ച് ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ കഴുകി ഉണക്കിയെടുത്തിട്ടുള്ള ചാമ്പക്കയാണ്. ഭരണിയാണെങ്കിൽ നന്നായി വൃത്തിയാക്കി കഴുകി വെയിലൊക്കെ കൊള്ളിച്ചെടുത്തിട്ടുള്ള ഭരണിയാണ്. അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ചാമ്പക്ക ലെയറായിട്ടിങ്ങനെ ഇട്ട് കൊടുക്കണം. 1 കിലോ ചാമ്പക്കയ്ക്ക് 1/2 കിലോ പഞ്ചസാര എന്ന തോതിലാണ് നമ്മൾ ചേർക്കേണ്ടത്. 2 കിലോ ഇത് ഏകദേശം 2 കിലോ ചാമ്പക്കയാണുള്ളത്. അപ്പോൾ നമ്മൾ 1 കിലോ പഞ്ചസാരയാണ് ഇതിന് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഏകദേശം നമുക്കിതൊരു മൂടി നിൽക്കത്തക്ക രീതിയിൽ ഒഴിക്കണം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിന് 2 സ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. വൈൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കോലർക്കം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി കെട്ടി വൃത്തിയാക്കി 21 ദിവസം വരെ നമ്മളിത് നല്ല അടച്ച് കെട്ടി വൃത്തിയാക്കി എടുത്ത് വെക്കണം. ഈ 21 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് തുറന്നു നോക്കേണ്ടത്. ഇത് നന്നായി മുറുക്കി കെട്ടിയതിന് ശേഷം നമ്മളിതിനെ വെളിച്ചം കിടക്കാത്ത ഒരു റൂമിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ അലമാരേൻ്റെ ഉള്ളിലോ ആണിത് സൂക്ഷിക്കേണ്ടത്. ഇത് നമ്മൾ ഒരു ദിവസം 1.5 ഇടവിട്ട് നമ്മളിതിനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ച ചാമ്പക്ക വൈന് നമ്മൾ നോക്കുകയാണ് എങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളത്, പാകപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. നല്ലോണം വൈനായിട്ടുണ്ട്. നമുക്കിതിനെ കുപ്പിയിലേക്ക് വെച്ച് വെക്കാം.